പെട്ടെന്ന് വിളിച്ചിട്ട് വേഗം റെഡി ആയിക്കോ, മുമ്പക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഏട്ടെ. ഞാനും അച്ചുവാണെങ്കിൽ ഇത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും വേഗം റെഡി ആയിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് വന്നു. ബീച്ചിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെപ്പോഴും കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ബട്ട്റോഡ് ബീച്ചിലേക്കാണ് വന്നത്. അച്ചു കുഞ്ഞായിരിക്കുമ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റ് ടൈം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അവൻ നടക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇവിടുത്തെ പാർക്കിലൊക്കെ കളിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവമില്ലേ, ഇതിൻ്റെ അകത്ത് കയറി നടക്കാൻ നിരങ്ങി വീഴാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ ഇതിൽ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും വരുന്നില്ല, പിന്നെയും ഓടി കയറിയായിരുന്നേ. പിന്നെ ഇതിൻ്റെ മുകളിലൊന്ന് കയറ്റി നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ ജനലിൻ്റെ കമ്മിയൊക്കെ പിടിച്ച് കയറുന്ന ചെക്കനാണ്. ഇതിൻ്റെ മുകളിൽ കയറ്റിയപ്പോൾ അവൻ തീരെ കയറുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി. പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവൻ തിരിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ ഓടി വന്നേ. ഈ കറങ്ങുന്ന താറാവിൻ്റെ മുകളിൽ കയറാനുള്ള വരവാണ് കേട്ടോ. അവിടെ ഓൾറെഡി 2 കുട്ടികൾ കയറി ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചെക്കനും പോയിരുന്നു. ഞങ്ങൾ പിടിക്കാതെയാണ് കേട്ടോ, മെല്ലെ മെല്ലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അതിൽ കളിച്ച അതിന്ന് ഇറക്കി കൊണ്ടുവന്ന കേട്ടോ. വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ 2 കുട്ടികൾ കയറുന്നേ കണ്ടിട്ട് അവൻ ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ, കയറി നോക്കാൻ. പക്ഷെ അടുത്തെത്തിയപ്പോൾ അവൻ എന്തോ കയറാൻ തോന്നിയില്ല, തിരിഞ്ഞ് നടക്കുക ചെയ്ത്. പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. അച്ചു ബീച്ചിലേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. ആ മൂപ്പര് വന്ന് പറയാണ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുഴിഞ്ഞു പോകുന്നുണ്ട്, അങ്ങോട്ട് പോണ്ടാന്ന്. അത് കേട്ട പാടെ അച്ചു എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ. എന്നിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചോടിയ ഏട്ടൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന. ബീച്ചിൽ വന്നാൽ വാങ്ങാതെ പോകാൻ പാടില്ലാത്ത 2 സാധനങ്ങളാണ് ഉപ്പിലിട്ടതും പിന്നെ നമ്മുടെ ചൊരണ്ടി ഐസും. ഞങ്ങൾ പതിവ് പോലെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിതാ പോവാൻ നിൽക്കുകയാണ്. അച്ഛൻ എല്ലാവർക്കും ഹായ് ഒക്കെ പറയുന്നുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ നമ്മളെ ബീച്ചൊക്കെ വല്ലാത്തൊരു വൈബാണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇതൊക്കെ ആസ്വദിക്കാൻ ഇവിടെ ഈ ടൈമിലും വരണം കേട്ടോ.